നമസ്കാരം. ട്രംപിനെ വധിക്കാൻ ഇറാന്റെ പോർവിമാനങ്ങൾ. ട്രംപിനെ കൊല്ലാതെ കീഴടങ്ങില്ലെന്ന ഇറാൻ. പശ്ചിമേഷ്യയിൽ യുദ്ധം രൂക്ഷമാകുന്നതിനിടെ നിലപാട് കടുപ്പിച്ചുകൊണ്ട് ഇറാൻ മുന്നോട്ട് പോകും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായിട്ട് നടത്തിയ ഫോൺ സംഭാഷണത്തിൽ ഒരു തരത്തിലുള്ള കീഴടങ്ങലും ഇറാൻ തയ്യാറല്ലെന്ന് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കി. തങ്ങൾക്കെതിരെ ആക്രമണം നടത്തുന്നതിനായിട്ട് മേഖലയിലെ അയൽരാജ്യങ്ങളിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾ ഉപയോഗിക്കുന്നത് അനുവദിക്കില്ല എന്ന് കൂടി അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ഇറാന്റെ മണ്ണിൽ ഭാവിയിൽ ആക്രമണം ഉണ്ടാവില്ല എന്ന ശക്തമായ ഉറപ്പില്ലാതെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ചർച്ച പോലും സാധ്യമല്ല എന്നുള്ള നിലപാടിലാണ് ഇറാൻ. മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ അടക്കം അല്ലെങ്കിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ അടക്കം വധിക്കുക എന്നതിൽ കുറഞ്ഞതൊന്നും ഇവരുടെ മുൻപിൽ ഇല്ല. ഇപ്പോൾ അവരുടെ ലക്ഷ്യം തന്നെ അത് തന്നെയാണ്. ഇപ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒക്കെ ആക്രമണങ്ങളെ സ്വയം പ്രതിരോധിക്കുവാനുള്ള അവകാശം തങ്ങൾക്കുണ്ട് എന്ന് ഇറാൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുമെന്ന ഭീഷണിക്ക് പുറമെ അമേരിക്കൻ സൈന്യത്തിന് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന രാജ്യങ്ങൾക്കെതിരെയും പ്രത്യാക്രമണം നടത്തുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അർഗാച്ചി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുമെന്ന ഭീഷണിക്ക് പുറമെയാണ് അത്തരത്തിലുള്ള ചില സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന രാജ്യങ്ങൾക്കെതിരെ കൂടി പ്രത്യാക്രമണം നടത്താൻ പോകുന്നത് എന്നാണ്. അപ്പൊ മേഖലയിലെ അമേരിക്കൻ താവളങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഇതിനോടകം തന്നെ ഡ്രോണ്, മിസൈലുകൾ ഒക്കെയുള്ള ആക്രമണങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഭാവി സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു നയതന്ത്ര പരിഹാരമാണ് ഇറാൻ ലക്ഷ്യമിടുന്നത് എങ്കിൽ കൂടിയും എന്നാൽ നിലവിലെ ആക്രമണങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ സമാധാന ചർച്ചകൾക്ക് പ്രസക്തിയില്ല എന്നുള്ളതാണ്. അയൽ രാജ്യങ്ങൾ തങ്ങളുടെ നിലപാട് എത്രയും വേഗം വ്യക്തമാക്കണമെന്നും അമേരിക്കൻ കമ്പനികൾ മേഖലയിൽ നിന്ന് പിൻവാങ്ങണമെന്നുള്ള ഇറാന്റെ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ യുദ്ധം ഇനിയും കൊടുമ്പിരിക്കൊള്ളും. സത്യത്തിൽ പണി കിട്ടിയത് ആർക്കാണ്? അമേരിക്കയ്ക്കാണ്. യുദ്ധം നിർത്താനും പറ്റുന്നില്ല, അത് തുടരാനും പറ്റുന്നില്ല. ഇറാൻ യുദ്ധത്തിൽ അടിമുടി കുടുങ്ങിയിരിക്കുന്നത് ട്രംപാണ്. ട്രംപിനെ വധിക്കുമെന്ന് പറയപ്പെടുന്ന ഇറാൻ എപ്പോൾ വേണമെങ്കിലും ഇത്തരത്തിലുള്ള പോർവിമാനങ്ങൾ തുരന്നു വന്ന് ട്രംപിനെ ആക്രമിച്ചേക്കാം, ട്രംപിനെ വധിച്ചേക്കാം. ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തി ഉണ്ടായിട്ടും ഇറാന് മുന്നിൽ US പ്രസിഡന്റ് ട്രംപ് പതർന്നത് എന്തുകൊണ്ടാണ്? ട്രംപിന് എവിടെയൊക്കെയാണ് കാലിടറിപ്പോകുന്നത്? കടലിനും ഒപ്പം തന്നെ ഇറാനും നടുക്കാണ് ഇപ്പോൾ ട്രംപ് എന്ന് പറയാം. കാരണം യുദ്ധം നിർത്താനാവുന്നില്ല, തുടരാനും പറ്റുന്നില്ല. നിരന്തരം ഭീഷണി മുഴക്കിയിട്ടും ഇറാൻ ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നില്ല. നിർത്താതെ ബോംബിട്ടിട്ടും ഇറാൻ ഗൾഫ് ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നു. തങ്ങൾക്ക് സംരക്ഷണം നൽകാൻ സ്ഥാപിച്ച US താവളങ്ങൾക്ക് സുരക്ഷ നൽകേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങൾ എന്ന് പറയപ്പെടുന്നത്. എണ്ണവില ബാരലിന് $106 ആയിരിക്കുന്നു. സമ്പദ് വ്യവസ്ഥ എന്ന് പറയപ്പെടുന്ന വൻ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. അമേരിക്കയിലാവട്ടെ യുദ്ധവിരുദ്ധ വികാരം കത്തിപ്പടരുന്നു. സ്വന്തം പാർട്ടിക്കാരടക്കം ട്രംപിനെ തള്ളിപ്പറയുന്നു. ഇങ്ങ് കേരളത്തിലടക്കം ലോകത്തെല്ലായിടത്തും യുദ്ധക്കെടുതി ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇനിയിപ്പം എന്ത് ചെയ്യും എന്നതിനെ കുറിച്ച് യാതൊരു ധാരണയുമില്ല. അതൊന്നും കേൾക്കാതെ ലെബനൻ പിടിച്ചടക്കുവാനുള്ള വാശിയിലാണ് നെതന്യാഹു. തുടങ്ങി വെച്ച യുദ്ധം ആ കയ്യിൽ നിന്ന് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ പെട്ടുപോയത് അമേരിക്കയും ഒപ്പം തന്നെ ഇസ്രായേലുമാണ്. പക്ഷെ ഇസ്രായേൽ അവരുടെ യുദ്ധക്കൊതി മൂത്ത് അടുത്ത സ്ഥലത്തേക്ക് ലെബനിലേക്ക് പോയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് ട്രംപ് ഒരു പോസ്റ്റ് ഇട്ടത്, ഇറാൻ ഇതാ 100% തോറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു. അമേരിക്കയോട് കളിച്ചാൽ ഇങ്ങനെയും. എന്നാലോ അത് കഴിഞ്ഞ് മൂന്നാം നാൾ ട്രംപ് മാറ്റി പറഞ്ഞു, ഹോർമുസ് കടലിടുക്ക് പിടിച്ചടക്കാൻ സഹായം വേണമെന്ന്. ചൈന, ഫ്രാൻസ്, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ബ്രിട്ടൻ ഈ രാജ്യങ്ങളോട് ആയിരുന്നു സഹായം അഭ്യർത്ഥിച്ചത്. ഒന്നോ രണ്ടോ രാജ്യങ്ങൾ മുഖ്യം മൂലിയൊക്കെ പ്രതികരിച്ചു, മറ്റുള്ളവർ ചിന്താവിഷ്ടരായി. അതോടെ ട്രംപിന് കലി വന്നു. സഹായിക്കാൻ പറഞ്ഞിട്ട് സഹായിച്ചില്ലെങ്കിൽ നാറ്റോയുടെ ഭാവി കട്ടപ്പുകയാവുമെന്ന് ഭീഷണിപ്പെടുത്തി. സ്പെയിനും ഓസ്ട്രേലിയ ഒക്കെ മുഖത്ത് നോക്കി പറഞ്ഞു, തൽക്കാലം ഈ കളിക്ക് ഞങ്ങളില്ല എന്ന്. ബ്രിട്ടന്റെ കാര്യമാണ് തമാശ. കഴിഞ്ഞ ആഴ്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ട്രംപിനോട് അങ്ങോട്ട് പറഞ്ഞതാണ്, ഒരു സഹായത്തിന് 2 വിമാനവാഹിനി കപ്പലുകൾ അങ്ങോട്ട് അയക്കട്ടെ എന്ന്. ട്രംപ് പുച്ഛിച്ചു, തൽക്കാലം ആവശ്യമില്ല എന്ന്. വിജയിച്ച ശേഷം യുദ്ധത്തിൽ ചേരുന്നവരെ ഞങ്ങൾക്ക് ആവശ്യമില്ല. എന്നിട്ടോ അത് പറഞ്ഞ വായിലെ വെള്ളം പറ്റും മുമ്പേ അതേ ബ്രിട്ടനോട് ട്രംപിന് സഹായം ചോദിക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായി. ബ്രിട്ടൻ മാത്രമല്ല, നാറ്റോ എന്നും പറഞ്ഞ് ഏത് യുദ്ധത്തിനും കൂടെ നിന്ന യൂറോപ്യൻ രാജ്യങ്ങളെ എല്ലാം പടിക്ക് പുറത്താക്കിയാണ് ട്രംപ് ഇസ്രായേലിനെയും കൂട്ടി യുദ്ധത്തിന് പോയത്. യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ ആ യൂറോപ്യൻ രാജ്യങ്ങളെ കുറച്ചായി 7 അയലത്ത് അടുപ്പിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കി. ഇടയ്ക്ക് ഗ്രീൻലാൻഡ് ഞാനിങ്ങ് എടുക്കുക എന്ന് പറഞ്ഞ് ആ ഒരു പറച്ചിൽ, അത് തന്നില്ലെങ്കിൽ താരിഫ് കൊണ്ടടിച്ച് കൊല്ലുമെന്ന് ഭീഷണി. എന്നിട്ടിപ്പോൾ എന്തായി? അതേ രാജ്യങ്ങൾക്ക് മുന്നിൽ സഹായം ചോദിച്ച് നിൽക്കേണ്ടി വരുന്ന ട്രംപിനെയാണ് നമുക്ക് കാണേണ്ടി വരുന്നത്. ഇറാൻ 100% തോറ്റെന്ന് ആദ്യം പറഞ്ഞ അതേ ട്രംപാണ് ഇത് ഞങ്ങൾക്ക് കൂട്ടിയാൽ കൂടില്ല എന്നും നിങ്ങൾ എല്ലാവരും കൂടി സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മുറവിളി കൂട്ടുന്നത്. നിലവിൽ ട്രംപിന് മുന്നിൽ 2 വഴികളാണുള്ളത്. ഒന്നുകിൽ യുദ്ധം തുടരുക, അല്ലെങ്കിൽ വിജയം പ്രഖ്യാപിച്ച് പിന്മാറുക. ഈ 2 തീരുമാനങ്ങളും അപകടകരമാണ്. യുദ്ധം തുടർന്നാൽ ഇറാൻ സൈനികമായിട്ടുള്ള ദുർബലമാവും. എന്നാൽ ഹോർമുസിലും ഗൾഫ് രാജ്യങ്ങളും അവ ഉയർത്തുന്ന ഭീഷണി കുറയണമെന്നില്ല. കൂടുതൽ അമേരിക്കൻ സൈനികർക്ക് ജീവൻ പോകാൻ ഇടയുണ്ട്. യുദ്ധം സാമ്പത്തികമായിട്ടുള്ള ബാധ്യത കൂട്ടും. ഇറാൻ സൈനികമായിട്ട് ദുർബലരായി എന്നത് സത്യമാണ്. പക്ഷേ ആഗോള എണ്ണ വിപണിയെ തകിടം മറിക്കുവാനും ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുവാനും അവർക്ക് ഇപ്പോഴും കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. വിജയം പ്രഖ്യാപിച്ച് പിന്മാറുന്നത് എളുപ്പമല്ല. ഭരണകൂടത്തെ മാറ്റുമെന്ന മുൻ പ്രഖ്യാപനം ചീറ്റിപ്പോയിരിക്കുന്നു. ഖമേനിക്ക് പകരം വന്നത് അദ്ദേഹത്തിന്റെ മകൻ. നിലപാട് കടുപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. പക്ഷേ പിന്നെ നടന്ന ആണവ ഭീഷണി,
10 അതിലധികമോ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഇന്ധനം ഇറാന്റെ പക്കലുണ്ട്. ഇത് പിടിച്ചെടുക്കാൻ ഇറാനിലെ ഭൂഗർഭ കേന്ദ്രങ്ങൾ കരയുദ്ധം നടത്തുകയാണ് പരിഹാരം. അത് പക്ഷേ അപകടകരമാണ്. യുദ്ധം തുടരണോ പിന്മാറണോ എന്ന കാര്യത്തിൽ ട്രംപ് ശരിക്കും ആശയക്കുഴപ്പത്തിലാണ്. അദ്ദേഹത്തിന്റെ പ്രസ്താവനകളിൽ അതുണ്ട് താൻ. ഇടയ്ക്ക് യുദ്ധം വിജയിച്ചെന്ന് പറയും, മറ്റു ചിലപ്പോൾ ഇനിയും ഒരുപാട് പോരാടാൻ ഉണ്ടെന്ന് പറയും. അപ്പോൾ തോന്നുന്നതാണ് ട്രംപിന്റെ തീരുമാനങ്ങൾ എന്ന് പറയപ്പെടുന്നത്. സഹജാവബോധം എന്നാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിക്കുന്നത്. യുദ്ധം ചെയ്യാൻ തോന്നി, യുദ്ധം തുടങ്ങി. നിർത്താൻ തോന്നിയാൽ യുദ്ധം നിർത്തും. ഇതാണ് ട്രംപിന്റെ ഒരു വാദം എന്ന് പറയുന്നത്. പക്ഷേ ഇത് യുദ്ധമാണ്. അപ്പോൾ തോന്നുന്നത് ചെയ്യലല്ല. കൃത്യമായി പ്ലാൻ ചെയ്യുകയും സൂക്ഷ്മമായിട്ട് നടപ്പാക്കുകയുമാണ് അതിന്റെ പ്രാഥമിക പാഠം. വരുംവരായികൾ കണക്കിലാക്കിയും സ്വന്തം ജനതയെ അക്കാര്യം ബോധ്യപ്പെടുത്തുകയുമാണ് അടുത്ത പാഠങ്ങൾ എന്ന് പറയുന്നത്. ഇതാണ് ട്രംപ് ശരിക്കും മിസ് ചെയ്യുന്നത്. ശരിക്കും എന്താണ് ട്രംപിന് സംഭവിച്ചത്? US സെനറ്റർ ക്രിസ് മർഫി അതിനുള്ള കാരണങ്ങൾ വ്യക്തമാക്കുകയും പരസ്യമായും പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുമെന്ന ഇറാന്റെ ഭീഷണി പൊള്ളയാണ് എന്ന് നെതന്യാഹു ട്രംപിനോട് പറഞ്ഞു. ട്രംപ് അതങ്ങ് വിശ്വസിച്ചു. ഒന്നാമത്തെ അബദ്ധം. 2, US നാവികസേനയുടെ പരിമിതികൾ. US നേവി വിചാരിച്ചാൽ ടാങ്കറുകൾക്ക് സുരക്ഷ നൽകാമെന്ന് ട്രംപ് കരുതി, അതും ചീറ്റി. 3, ഇറാന്റെ ഡ്രോൺ യുദ്ധമുറവിയെ ട്രംപ് സീരിയസ് ആയി എടുത്തില്ല. ഉക്രൈൻ യുദ്ധത്തിൽ നിന്ന് ട്രംപ് ഒന്നും പഠിച്ചില്ല. 4, ഹിസ്ബുള്ളയും ഒപ്പം തന്നെ ഇറാഖിലെ ഇറാൻ അനുകൂല സായുധ സംഘങ്ങളും ഉയർത്തുന്ന ഭീഷണി, അത് ട്രംപ് കാര്യമായി എടുത്തില്ല. ഒരു വലിയ പ്രാദേശിക യുദ്ധത്തിലേക്കാണ് ഇത് വഴി തുറന്നു കൊടുത്തത് എന്നുള്ളതാണ്. 5, യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കണം എന്നതിനെ കുറിച്ച് ട്രംപിന് ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം മുൻകൂട്ടി കണ്ടാണ് മുൻ പ്രസിഡന്റുമാർ ഇറാനോട് യുദ്ധത്തിന് നിൽക്കാതിരുന്നത്. ട്രംപിന് യുദ്ധത്തിലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടു. യുദ്ധം അവസാനിപ്പിക്കുക മാത്രമാണ് അദ്ദേഹത്തിന് മുന്നിലുള്ള ഏക വഴി എന്ന് പറയപ്പെടുന്നത്. ഇതിൽ കുറഞ്ഞതൊന്നും ട്രംപിന് ചെയ്യാനും കഴിയില്ല. പക്ഷെ അതിനു മുമ്പ് ട്രംപിനെ വധിക്കുക എന്നുള്ള ഒരു തീരുമാനത്തോടുകൂടി ഇറാന്റെ പോർവിമാനങ്ങൾ വട്ടമിട്ട് കറങ്ങുന്നുണ്ട് വാഷിംഗ്ടണിൽ. ട്രംപിനെ കൊല്ലാതെ കീഴടങ്ങില്ല എന്നുള്ളതാണ് ഇറാന്റെ തീരുമാനം എന്ന് പറയുന്നത്.